മരണശേഷം ആത്മാവ് എവിടെയാണ് ഉണ്ടാവുന്നത്? അത് ഭൂമിയിലേക്ക് വരുന്നുണ്ടോ? പല ആളുകളും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആത്മാവ് 3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ 40 ദിവസമൊക്കെ ഭൂമിയിൽ തന്നെ ഉണ്ടാകും, മരണവീട് സന്ദർശിച്ചു കൊണ്ടിരിക്കും എന്നൊക്കെ പല ആളുകളും പറയുന്നുണ്ട്. ഇതിൻ്റെ യാഥാർത്ഥ്യവും ചോദിക്കപ്പെട്ടിരിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് നമുക്കതിനെ സംബന്ധിച്ച് പ്രമാണങ്ങൾ എന്താണ് മനസ്സിലാക്കി തരുന്നത്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ആ കാര്യത്തെ സംബന്ധിച്ച് മനസ്സിലാക്കി തന്നിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഒരാളുടെ ആത്മാവിനെ പിടിച്ചു കഴിഞ്ഞാൽ ആ ആത്മാവ് വിശ്വാസികളുടെ ആത്മാവാണെങ്കിൽ അതിന് 2 അവസ്ഥയുണ്ട് എന്ന് പറഞ്ഞാൽ ഭൂമിയിലേക്കത് വരുന്നുണ്ട്, വീണ്ടും തിരിച്ചു പോകുന്നുണ്ട്. ഈ 2 അവസ്ഥകളിലും എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അതേപോലെ തന്നെ മറ്റു മുഹദ്ദിസുകളും സ്വഹീഹായ സനദോടുകൂടി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരു വിശ്വാസിയുടെ റൂഹ് മലക്കുൽ മൗത്ത് പിടിച്ചു കഴിഞ്ഞാൽ കൂടെയുള്ള മലക്കുകളെല്ലാം ആ റൂഹിനെ ഏറ്റെടുക്കുകയും എന്നിട്ട് ആ റൂഹിനെയും കൊണ്ട് ആകാശലോകത്തേക്ക് പോവുകയും ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇപ്രകാരമാണ്: ഫയസ്അദൂന ബിഹാ ഫലാ യമറുന യഅനി ബിഹാ അലാ മലഇൻ മിനൽ മലായികതി ഇല്ലാ ഖാലൂ മാ ഹാദാ റൂഹു ത്വയ്യിബു ഫയഖൂലൂന ഫുലാൻ ഇബ്നു ഫുലാനിൻ ബിഅഹ്സനി അസ്മാഇഹി അല്ലതി കാനൂ യുസമ്മൂനഹു ബിഹാ ഫിദ്ദുനിയ. മലക്കുകൾ ഈ ആത്മാവിനെയും കൊണ്ട് ആകാശലോകത്തേക്ക് കയറിപ്പോകും. ഓരോ ആകാശങ്ങളിലും കയറുമ്പോൾ മലക്കുകൾ ചോദിക്കും, എന്തൊരു സുഗന്ധമാണ് ഈ റൂഹിന്, ഏതാണ് ഈ റൂഹ്, ആരുടേതാണ് ഈ റൂഹ്? അപ്പോൾ ആ വ്യക്തിയുടെ ദുനിയാവിൽ വെച്ച് വിളിക്കപ്പെട്ട ഏറ്റവും നല്ല പേര് പറയപ്പെടും. ഹത്താ യൻതഹു ബിഹാ ഇല സമാഇദ് ദുനിയ. ആദ്യം 1-ാമത്തെ ആകാശത്തെത്തും. ഫയസ്തഫ്തിഹൂന ലഹു ഫയുഫ്തഹു ലഹും ഫയുശയ്യിഉഹു മിൻ കുല്ലി സമാഇൻ മുഖറബൂഹാ ഇല സമാഇ അല്ലതി തലീഹാ ഹത്താ യുൻതഹാ ബിഹി ഇല സമാഇ സാബിഅ. അങ്ങനെ ഓരോ ആകാശത്തു നിന്നും മലക്കുകൾ തൊട്ടടുത്ത ആകാശം വരെ അതിൻ്റെ കൂടെയുണ്ടാകും. എല്ലാ ആകാശങ്ങളിൽ നിന്നും ഈ ആത്മാവിന് സ്വാഗതം ലഭിക്കും. എല്ലാ ആകാശങ്ങളുടെ കവാടവും ആ ആത്മാവിന് വേണ്ടി തുറക്കപ്പെടും. അങ്ങനെ 7-ാമത്തെ ആകാശത്ത് എത്തിയാൽ ഫയഖൂലുല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയും, ഉക്തുബു കിതാബ അബ്ദി ഫീ ഇല്ലിയീൻ. എൻ്റെ അടിമയുടെ കിതാബ്, കർമ്മരേഖ നിങ്ങൾ ഇല്ലിയൂൻ അതിൽ രേഖപ്പെടുത്തുക. വ അഈദൂഹു ഇലൽ അർദി, എന്നിട്ട് ഭൂമിയിലേക്ക് തന്നെ വീണ്ടും റൂഹിനെ മടക്കുക. ഫഇന്നി മിൻഹാ ഖലഖ്തുഹും വഫീഹാ ഉഈദുഹും വമിൻഹാ ഉഖ്രിജുഹും താറത്തൻ ഉഖ്റാ. കാരണം ഭൂമിയിൽ നിന്നാണ് അവരെ നാം സൃഷ്ടിച്ചിട്ടുള്ളത്, അതിലേക്ക് തന്നെയാണ് അവർ മടക്കപ്പെടുന്നത്, അവിടെ നിന്ന് തന്നെയായിരിക്കും മഹ്ശറിൽ എഴുന്നേറ്റു വരുന്നതും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഫതുആദു റൂഹുഹു ഫീ ജസദിഹി ഫയഅതീഹി മലക്കാനി ഫയുജ്ലിസാനിഹി. അങ്ങനെ ആ റൂഹിനെ ശരീരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരപ്പെടും. അങ്ങനെ ബന്ധുമിത്രാദികളൊക്കെ മടങ്ങിക്കഴിഞ്ഞാൽ മുൻകർ നക്കീർ മലക്കുകൾ വന്നുകൊണ്ട് അവരെ എഴുന്നേൽപ്പിച്ച് ഇരുത്തുകയും ചോദ്യം ആരംഭിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കി തരുന്നത്, മരിക്കുന്ന സന്ദർഭത്തിൽ മലക്കുൽ മൗത്ത് റൂഹിനെ പിടിക്കും. മറ്റു മലക്കുകൾ ആ റൂഹിനെയും കൊണ്ട് 7-ാമത്തെ ആകാശം വരെ പോകും. പിന്നീട് ആ റൂഹിൻ്റെ കർമ്മരേഖകൾ ഇല്ലിയൂനിൽ രേഖപ്പെടുത്തപ്പെടാൻ നിർദ്ദേശമുണ്ടാകും. പിന്നീട് ഖബറിലേക്ക് ആ റൂഹ് മടക്കപ്പെടുകയും മലക്കുകൾ ആ വ്യക്തിയോട് ഖബറിൽ വെച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് റൂഹിൻ്റെ ഒരു അവസ്ഥ. എന്നാൽ ഈ മരണപ്പെട്ട വ്യക്തി അവിശ്വാസിയാണെങ്കിൽ മലക്കുകൾ റൂഹിനെയും കൊണ്ട് പോകുമ്പോൾ 1-ാമത്തെ ആകാശത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ മലക്കുകൾ ചോദിക്കും, മാ ഹാദ റൂഹുൽ ഖബീസു, ഏതാണ് ഈ മോശമായ ആത്മാവ്? അപ്പോൾ ഇന്ന ആളാണ് എന്ന് പറയപ്പെടും. ഫയുസ്തഫ്തഹു ലഹു ഫലാ യുഫ്തഹു ലഹ്. ആകാശം ആ വ്യക്തിക്ക് വേണ്ടി തുറക്കാൻ ആവശ്യപ്പെടും, പക്ഷേ ആകാശലോകം അവർക്ക് തുറക്കപ്പെടുകയില്ല. 1-ാമത്തെ ആകാശത്തേക്ക് വരെ കയറിപ്പോവാൻ കഴിയില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിൽ സൂറത്തുൽ ആറാഫിലെ ആയത്ത് തെളിവായിട്ട് ഓതുകയാണ്, ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ. ആകാശത്തിൻ്റെ വാതിലുകൾ അവർക്ക് വേണ്ടി തുറക്കപ്പെടുകയില്ല. ഫയഖൂലുല്ലാഹു അസ്സ വജൽ, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഉക്തുബു കിതാബഹു,
അയാളുടെ രേഖ നിങ്ങൾ എഴുതണം, അയാളുടെ പേരും മറ്റു രേഖകളും നിങ്ങൾ എഴുതണം. എവിടെ? ഫി സിജ്ജീൻ, സിജ്ജീനിൽ എഴുതണം. എവിടെയാണ് സിജ്ജീൻ ഉള്ളത്? ഫിൽ അർദി സുഫ്ല, ഏറ്റവും താഴെയുള്ള ഭൂമിയിൽ, അഥവാ 7ാമത്തെ ഭൂമിയിലാണ്. ഫതുത്രഹു റൂഹുഹു തൊറഹൻ, അങ്ങനെ റൂഹ് ഭൂമിയിലേക്ക് ശക്തിയായി എറിയപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിശ്വാസികൾക്ക് 1ാമത്തെ ആകാശം കയറി പോകാൻ പറ്റില്ല, മറിച്ച് അവർ തടയപ്പെടും. എന്നിട്ട് ഏറ്റവും ഭൂമിക്കടിയിലേക്ക്, അഥവാ പാതാളം എന്നൊക്കെ പറയുന്ന ആ ഒരു ഏരിയ, അവിടെയാണ് സിജ്ജീനുള്ളത്. അവിടേക്ക് ആ റൂഹ് മടക്കപ്പെടുന്നതാണ്. അതേ സന്ദർഭത്തിൽ അതിന് മുമ്പായിക്കൊണ്ട് ഈ റൂഹ് ഖബറിൽ ശരീരത്തിൽ പ്രവേശിക്കുകയും മുൻകർ നക്കീർ മലക്കുകൾ അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഭൂമിയിലേക്ക് അത് എറിയപ്പെടുകയും സിജ്ജീനിൽ അവരുടെ രേഖകൾ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യുമെന്ന് ഹദീസുകളിൽ വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അപ്രകാരമാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ശരി, ഇനിയെങ്കിൽ റൂഹ് ഭൂമിയിലേക്ക് ഖബറിലേക്ക് മടക്കപ്പെട്ടു, മുൻകർ നക്കീറിൻ്റെ ചോദ്യമുണ്ടായി. വിശ്വാസികളാണ് അവർ എങ്കിൽ, സ്വർഗാവകാശികളാണെങ്കിൽ പിന്നീട് ആ റൂഹ് എങ്ങോട്ടാണ് പോകുന്നത്? അത് ഖബറിൽ തന്നെ ഉണ്ടാകുമോ, അതല്ല ആകാശലോകത്തേക്ക് വീണ്ടും പോകുമോ? വീണ്ടും ഉപരിലോകത്തേക്ക് പോവുകയും ആ ആത്മാവ് സ്വർഗലോകത്ത് പക്ഷികളുടെ ശരീരത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുമെന്ന് സ്വഹീഹായ ഹദീസുകളിൽ വന്നിരിക്കുന്നു. ഇമാം ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ അബ്ദുറഹ്മാൻ ഇബ്നു കഅബ് അൽ അൻസാരി തൻ്റെ പിതാവിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, കാന യുഹദ്ദിസു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നമാ നസമത്തുൽ മുഅ്മിനി ത്വായിറുൻ, വിശ്വാസികളുടെ റൂഹ്, നസമത്ത് എന്ന് പറഞ്ഞാൽ റൂഹ്, വിശ്വാസികളുടെ റൂഹ് ത്വായിറുൻ, പക്ഷിയാക്കപ്പെടും. യഅ്ലുഖു ഫീ ഷജരിൽ ജന്ന, സ്വർഗത്തിലെ മരങ്ങളിൽ നിന്ന് അത് ഭക്ഷിക്കുന്നുണ്ട്. ഹത്താ യർജിഅ ഇലാ ജസദിഹി യൗമ യുബഅസു, പിന്നീട് ഖിയാമത്ത് നാളിലാണ് അത് ശരീരത്തിലേക്ക് മടക്കപ്പെടുന്നത്. ഇത് വളരെ സ്വഹീഹായ ഹദീസാണ്. അപ്പോൾ ഖിയാമത്ത് നാൾ വരെ വിശ്വാസികളുടെ റൂഹ് സ്വർഗത്തിൽ പക്ഷികളുടെ രൂപത്തിലായിരിക്കും, അല്ലെങ്കിൽ പക്ഷികളുടെ ശരീരത്തിലായിരിക്കും. അവർ സ്വർഗത്തിലെ വൃക്ഷത്തിൽ നിന്ന് കഴിക്കുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഖിയാമത്ത് നാൾ വരെ അങ്ങനെയായിരിക്കും, പിന്നീടാണ് മടക്കപ്പെടുന്നത്. അപ്പോൾ റൂഹ്, വിശ്വാസികളുടെ റൂഹ് ഭൂമിയിലല്ല, അത് ഭൂമിയിൽ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നില്ല എന്നും സ്വർഗത്തിലാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ഇതേ കാര്യം ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നുണ്ട്. 3 മഹാന്മാരായ ഇമാമിങ്ങൾ ഈ ഹദീസിൻ്റെ സനദിലുണ്ട്. ഒന്ന്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയാണ് പറയുന്നത്, ഹദ്ദസന മുഹമ്മദ് ബിൻ ഇദ്രീസ് യാനി അശ്ശാഫിഈ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയോട് പറയുന്നത് ആരാണ്? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ആരിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത്? അൻ മാലിക്കിൻ, അഥവാ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയിൽ നിന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പരമ്പര, അതിലും വളരെ കൃത്യമായി പറയുന്നത്, ഇന്നമാ നസമത്തുൽ മുഅ്മിനി ത്വായിറുൻ യഅ്ലുഖു ഫീ ഷജരിൽ ജന്ന ഹത്താ യുർജിഅഹു അല്ലാഹു തബാറക വ തആല ഇലാ ജസദിഹി യൗമ യബഅസുഹു. വിശ്വാസികളുടെ റൂഹ് പക്ഷികളുടെ ശരീരത്തിലായിരിക്കും, അല്ലെങ്കിൽ പക്ഷികളായിരിക്കും, സ്വർഗത്തിലെ വൃക്ഷങ്ങളിൽ നിന്ന് അത് കഴിക്കുന്നതാണ്. ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റൂഹിനെ ശരീരത്തിലേക്ക് മടക്കുന്നതുവരെ അപ്രകാരമായിരിക്കും. ഇക്കാര്യം മഹാനായ അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് ശ്രദ്ധിക്കുക. അദ്ദേഹം പറഞ്ഞു, വഖദ് റുവീന ഫി മുസ്നദിൽ ഇമാമി അഹ്മദ ഹദീസൻ ഫീഹിൽ ബിശാറത്തു ലികുല്ലി മുഅ്മിനിൻ ബിഅന്ന റൂഹഹു തകൂനു ഫിൽ ജന്നത്തി തസ്റഹു അയ്ളൻ ഫീഹാ വതഅകുലു മിൻ സിമാരിഹാ വതറാ മാ ഫീഹാ മിനൻ നളറതി വസ്സുറൂർ വതുശാഹിദു മാ അഅദ്ദഹു അല്ലാഹു ലഹാ മിനൽ കറാമ വഹുവ ബിഇസ്നാദിൻ സ്വഹീഹിൻ അസീസിൻ അദീം. സ്വഹീഹായ മഹത്തായ സനദുള്ള ഹദീസിലൂടെ വിശ്വാസികൾക്ക് സന്തോഷവാർത്ത വന്നിട്ടുണ്ട്. അവരുടെ റൂഹ് സ്വർഗത്തിൽ പക്ഷികളുടെ ശരീരത്തിലായിരിക്കും. സ്വർഗത്തിലെ സുഖാനുഗ്രഹങ്ങൾ കാണാൻ അവർക്ക് സാധിക്കും, അതിലെ പഴവർഗ്ഗങ്ങളിൽ നിന്ന് കഴിക്കാൻ അവർക്ക് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ച ഈ വലിയ സനദ്, അഥവാ ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം ഷാഫിഈ, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി 3 അഇമ്മത്തുകളും ഉൾക്കൊള്ളുന്ന ആ ഒരു ഹദീസിൻ്റെ പരമ്പര അദ്ദേഹം നമുക്ക് മനസ്സിലാക്കി തരികയാണ്. എന്നാൽ ശുഹദാക്കളുടെ റൂഹുകളാകട്ടെ പച്ച നിറത്തിലുള്ള പക്ഷികളുടെ ശരീരത്തിലാണ് അത് പ്രവേശിപ്പിക്കപ്പെടുന്നത് എന്ന് വേറെ സ്വഹീഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസികളുടെ റൂഹ് സ്വർഗലോകത്ത് ഈ രൂപത്തിലാണ് എന്ന് കൃത്യമായ ഹദീസിൽ വന്നിട്ടുണ്ട്. ഇനി അവിശ്വാസികളുടേതാണെങ്കിലോ അത് സിജ്ജീനിലുമാണ്. ഇമാം നസായി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനുൽ കുബ്രയിൽ ഉദ്ധരിക്കുന്നു, വ അമ്മൽ കാഫിറു ഫഇദാ ഖുബിറത് നഫ്സുഹു വദഹബ ബിഹാ ഇലാ ബാബിൽ അർദ്. ഒരു സത്യനിഷേധിയുടെ റൂഹ് പിടിക്കപ്പെട്ടാൽ ഭൂമിയുടെ വാതിലിലേക്ക് അതിനെ കൊണ്ടുവരപ്പെടും. യഖൂലു ഖസനത്തുൽ അർദ് മാ വജദ്നാ റീഹൻ
അൻതുന മിൻ ഹാദിഹി, ഇതിനേക്കാൾ മോശമായൊരു ദുർഗന്ധം വേറെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഫതബുലുഗു ബിഹാ ഇലൽ അർളി സുഫ്ല, അങ്ങനെ ഏറ്റവും താഴെയുള്ള ഭൂമിയിലേക്ക് അത് മടക്കപ്പെടും. അപ്പോൾ സത്യനിഷേധികളുടെ റൂഹ് ഏറ്റവും താഴെയുള്ള ഭൂമിയിലേക്കാണ് അത് മടക്കപ്പെടുന്നത്. ഇമാം നസായിയുടെ തന്നെ സുനനുൽ കുബ്രയിലുള്ള മറ്റൊരു പ്രയോഗം ഹത്താ യഅ്തൂ ബിഹി അർവാഹൽ കുഫാർ, സത്യനിഷേധികളുടെ റൂഹുള്ള സ്ഥലം. അപ്പോൾ അതെവിടെയാണെന്ന് മനസ്സിലായി, ഭൂമിക്കടിയിലാണ്, പാതാളത്തിൽ ആണ്, അല്ലെങ്കിൽ സിജ്ജീനിലാണ് അതുള്ളത് എന്നാണ് സ്വഹീഹായ ഹദീസുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസികളുടേതാണെങ്കിൽ സ്വർഗ്ഗലോകത്തും സത്യനിഷേധികളുടേതാണെങ്കിൽ ഭൂമിക്കടിയിലുമാണ്. ഭൂമിക്ക് മേലെ വന്നുകൊണ്ടുള്ള ഒരു ഏർപ്പാട് ആത്മാവിനുണ്ട്, റൂഹിനുണ്ട് എന്ന് നമുക്ക് എവിടെയും പ്രമാണങ്ങളിൽ കാണുക സാധ്യമല്ല. മാത്രമല്ല ഭൂമിയിലേക്ക് മടങ്ങി വരികയില്ല എന്ന് വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നുണ്ട്. ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നുണ്ട്, ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ഹറാം അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അഥവാ ഷഹീദായി ഉഹദ് യുദ്ധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സന്നിധിയിലെത്തിയപ്പോൾ റഹ്മാനായ റബ്ബ് പറയുന്നുണ്ട്, യാ അബ്ദി തമന്ന അലയ്യ ഉഅ്തിക്, എൻ്റെ അടിമയായ വ്യക്തി താങ്കൾ ആഗ്രഹിക്കൂ, താങ്കൾക്ക് ഞാൻ നൽകാം. അപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹു പറയും, യാ റബ്ബി തുഹ്യീനി ഫഉഖ്തലു ഫീക സാനിയ, ഭൂമിയിൽ നീ എന്നെ ഒരിക്കൽ കൂടി ജീവിപ്പിക്കൂ, ഞാൻ ഒരിക്കൽ കൂടി യുദ്ധം ചെയ്ത് കൊല്ലപ്പെടട്ടെ. ഫഖാല റബ്ബു സുബ്ഹാനഹു, അപ്പോൾ അള്ളാഹു പറയും, ഇന്നഹു സബഖ മിന്നി അന്നഹും ഇലൈഹാ ലാ യർജിഉൻ, ലൗഹുൽ മഹ്ഫൂദിൽ ഞാൻ നേരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഞാൻ ഖദറാക്കിയിട്ടുണ്ട്, ഒരിക്കൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഖിയാമത്ത് നാളിന് മുമ്പ് ഭൂമിയിലേക്ക് മടക്കപ്പെടുകയില്ല, അഥവാ ഭൂമിക്ക് പുറത്ത് ജീവിക്കുന്ന ഒരവസ്ഥയില്ല. നാം നേരത്തെ പറഞ്ഞ സന്ദർഭത്തിലല്ലാതെ ഖബറിൽ വെച്ച് ചോദ്യം ചെയ്യാൻ വേണ്ടി റൂഹിനെ മടക്കി കൊടുക്കും, അതിനപ്പുറത്തില്ല. അപ്പോൾ ആ വ്യക്തി പറയും, യാ റബ്ബ് ഫഅബ്ലിഗ് മിൻ വറായി, എനിക്ക് ശേഷമുള്ള ആളുകൾക്ക് ഈ സന്തോഷ വാർത്ത അറിയിക്കണം എന്ന് അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് ആവശ്യപ്പെടും. ഫഅൻസലല്ലാഹ്, അപ്പോഴാണ് അല്ലാഹു ആയത്തിറക്കുന്നത്, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അല്ലാഹുവിൻ്റെ മാർഗ്ഗത്തിൽ കൊല്ലപ്പെട്ടവർ മരണപ്പെട്ടവരാണെന്ന് നിങ്ങൾ കരുതരുത്, അല്ലാഹുവിൻ്റെ അടുക്കൽ അഥവാ സ്വർഗ്ഗലോകത്ത് അവർക്ക് റിസ്ഖ് ലഭിക്കുന്നുണ്ട്, ഉപജീവനം ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഖബറിൽ വെച്ച് സത്യവിശ്വാസികളായ ആളുകൾക്ക് അവരുടെ കർമ്മങ്ങൾ, സ്വാലിഹായ കർമ്മങ്ങൾ ഒരു സ്വാലിഹായ മനുഷ്യൻ്റെ രൂപത്തിൽ വരികയും അവർ സ്വർഗാവകാശികളാണെന്ന് അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്യുമ്പോൾ അവർ പറയുന്നൊരു വാക്കുണ്ട്, റബ്ബി അഖ്മിസ്സാഅ ഹത്താ അർജിഅ ഇലാ അഹ്ലി വമാലി, അല്ലാഹുവേ ഖിയാമത്ത് നാളിനെ നീ കൊണ്ടുവരണമേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിലേക്കും സ്വത്തിലേക്കും മടങ്ങിപ്പോകാൻ. അപ്പോൾ ഖബറിൽ വെച്ച് ഒരാൾ തിരിച്ചറിയുന്ന കാര്യമാണെന്ത്, എനിക്ക് ഖിയാമത്ത് നാളിലല്ലാതെ എൻ്റെ കുടുംബത്തിലേക്ക് ഇനി മടങ്ങിപ്പോകാൻ കഴിയില്ല, അഥവാ ഭൂമിയിലേക്ക് മരണപ്പെട്ട വീട്ടിലേക്ക് പോകാൻ കഴിയില്ല എന്നർത്ഥം. ഇത് വളരെ കൃത്യമായി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആത്മാവ് അത് മരിച്ച വീട്ടിലേക്ക് വരുന്നുണ്ട് തുടങ്ങിയിട്ടുള്ള വിശ്വാസങ്ങളൊക്കെ അടിസ്ഥാനമില്ലാത്ത അന്ധവിശ്വാസങ്ങളാണ്. ശരിയായ കാര്യം ഈ ഹദീസുകളിൽ പറയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളാണ്. വിശ്വാസികളുടെ റൂഹ് ചോദ്യം ചെയ്യാൻ വേണ്ടി ഖബറിലേക്ക് മടക്കപ്പെടും, പിന്നീട് വീണ്ടും സ്വർഗത്തിൽ പക്ഷികളുടെ രൂപത്തിലാണ് ഉണ്ടാവുക. സത്യനിഷേധികളുടെ റൂഹുകൾ ഭൂമിക്കടിയിൽ പാതാളത്തിൽ സിജ്ജീനിലാണ് ഉണ്ടാവുക. ഈ രണ്ടു കൂട്ടരും ഭൂമിയിലേക്ക് വരുന്ന പ്രശ്നമില്ല. പ്രേതമായി വരികയോ അതേപോലെയുള്ള ജിന്നുകളുടെ ശരീരത്തിൽ പ്രവേശിച്ചു കൊണ്ടുവരിക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തെറ്റായ വിശ്വാസങ്ങളാണ്, അന്ധവിശ്വാസങ്ങളാണ് എന്ന് മനസ്സിലാക്കുക.